പഞ്ഞമാസത്തിന്റെ ഓർമ്മകളായി ഇറക്കി ഹൈടെക് കാലത്തിലും അന്നദാന സമ്പ്രദായം തുടരുന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് പല ക്ഷേത്രങ്ങളിലും അന്നദാനം നടത്തുന്നത്. പഴയ കാലങ്ങളിൽ കഞ്ഞിയും പയറുമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് സാമ്പാറും ചോറുമായി. ഓരോ ദിവസവും ഓരോ വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്നതനുസരിച്ച് അന്നദാനത്തിന്റെ ഭക്ഷണത്തിന്റെ മേന്മയും വർദ്ധിക്കും. ഒരു മാസം വരെ തുടരുന്ന അന്നദാന ചടങ്ങുകളും ചില ക്ഷേത്രങ്ങളിൽ തുടർന്നു വരുന്നുണ്ട്. അതിലൊന്നാണ് നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. രാമായണ മാസാചരണം പ്രമാണിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രം ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെയാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ അന്നദാനത്തിന് തുടക്കം കുറിച്ചത്. മനുഷ്യജീവിതത്തിൽ നൽകാനുള്ള ദാനങ്ങളിൽ ഏറ്റവും മഹത്തായത് അന്നദാനമാണ്. 1000 കൊമ്പൻ ആനകൾ, 1000 പടക്കുതിരകൾ, 1 കോടി പശുക്കൾ, നവരത്നങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, സമുദ്രത്തോളം ഭൂമി എന്നിങ്ങനെ നിരവധി ദാനങ്ങൾ ചെയ്താലും അതൊന്നും അന്നദാനത്തിന് തുല്യമാവില്ല എന്നതാണ് അന്നദാനത്തെ പ്രകീർത്തിക്കുന്നത്. കർക്കിടക മാസം പഞ്ഞമാസമായാണ് പലരും കരുതുന്നത്. പഴയ കാലങ്ങളിൽ കള്ളക്കർക്കിടകമെന്നാണ് കാരണവന്മാർ പറയാറുള്ളത്. തൊഴിലുകൾ കുറയാറുള്ള ഒരു കാലഘട്ടത്തെ അനുസ്മരിച്ചാണ് കള്ളക്കർക്കിടകമെന്ന് പേര് വീണത്. ജോലിയും കൂലിയും ഇല്ലെങ്കിൽ പിന്നെ ദാരിദ്ര്യം തന്നെ, മുഴുപട്ടിണി. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് ഒരു നേരത്തേക്ക് കഞ്ഞിയെങ്കിലും നൽകാൻ തൊഴിലുടമകൾ തീരുമാനിച്ചിരുന്നത്. ഏകാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് കുതിച്ചതോടെ കാലം മാറുന്നതനുസരിച്ച് കോലവും മാറി. ഇപ്പോൾ 100-ാം വയസ്സിലും ഓർമ്മകൾക്ക് മങ്ങലില്ലാതെ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാൽ അവർക്കും പറയാനുണ്ടാവും പഞ്ഞമാസ കഥകൾ. അന്നദാനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ദേവസ്വം ഓഫീസർ രാജേഷ് വിശദീകരിച്ചു. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കർക്കിടക മാസം 1 മുതൽ ചിങ്ങമാസം 1 വരെ നടന്നു വരുന്ന അന്നദാനം ഇപ്പോൾ 4 ദിവസമായി വളരെ ഭംഗിയായി നടന്നു വരുന്നു. ഒരുപാധികം ഭംഗിയായി നടത്തുവാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ട് ഇതുവരെ ഭംഗിയായി നടന്നു വരുന്നു. തുടർന്നും ഇതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർക്കിടക മാസത്തിൽ നടത്തുന്ന അന്നദാനം ഒരു കാലഘട്ടത്തിന്റെ തന്നെ സ്മരണയാണെന്ന് അന്നദാനത്തിൽ പങ്കെടുത്ത ഭക്തർ അഭിപ്രായപ്പെടുകയുണ്ടായി. കർക്കിടക 1-ാം തീയതി മുതൽ വളരെ നല്ല രീതിയിൽ നെല്ലിക്കുളങ്ങര ക്ഷേത്രാങ്കണത്തിൽ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഈ പരിപാടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അഭ്യുദയകാംക്ഷികൾ നൽകുന്ന പലചരക്ക്, പച്ചക്കറി, അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അത് ഉള്ളതുകൊണ്ടാണ് ഈ ഭക്ഷണം ഇവിടെ പായസം പപ്പടത്തോടുകൂടി ഇവിടെ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ക്യാമറാമാൻ സുകേഷ് വല്ലങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി.